ഇവിടെ ഏറ്റവും അധികം വോട്ട് കിട്ടാവുന്ന ഒരു മേഖലയാണ് ക്രിസ്ത്യൻ വിഭാഗം എന്ന് കാണുമ്പോൾ അവരെ എങ്ങനെയും പിടിക്കാൻ നോക്കുക. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ പിടിക്കുവാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ ക്രിസ്ത്യാനി വിഭാഗത്തെ പിടിച്ചാൽ കുറേ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത കണ്ടുകൊണ്ട് അവരെ എങ്ങനെയും പിടിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ നീക്കം നടത്തുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വോട്ട്. ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അതിനകത്ത് വലിയ കൊള്ള നടന്നു. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്നുള്ളത് മറക്കുന്നു. അതിന് പകരം അവർ BJPയുടെ ഒരു ചെറിയ പോഷക സംഘടനയായിട്ട് മാറുകയാണ്. നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിന് പുറത്ത് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പേ 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനത്തിൻ്റെ പേര് പറഞ്ഞ് അവിടെ ഭരിക്കുന്ന സർക്കാർ അവരെ ജയിലിലടക്കുകയും വലിയ പ്രതിഷേധം അരങ്ങേറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ മതപരിവർത്തനം എന്ന ആരോപണം ഉന്നയിച്ച് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരെ അധിക്ഷേപിക്കുന്നു നിരന്തരം. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ BJPക്കാർ ബിഷപ്പ് ഹൗസുകൾ കയറുകയാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു. ഒരേ സമയം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സംഘപരിവാറിൻ്റെ സമീപനത്തെ കേരളം ഏത് രൂപത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആ പാർട്ടിയുടെ വിഭിന്നങ്ങളായ രീതിയെക്കുറിച്ചാണ് പറഞ്ഞത്. ശരിയാണ്. ഇവിടെ ഏറ്റവും അധികം വോട്ട് കിട്ടാവുന്ന ഒരു മേഖലയാണ് ക്രിസ്ത്യൻ വിഭാഗം എന്ന് കാണുമ്പോൾ അവരെ എങ്ങനെയും പിടിക്കാൻ നോക്കുക. അവരുടെ ബിഷപ്പ്മാരെ പോയി കാണുക, അച്ഛന്മാരെ പോയി കാണുക. ആരാ? ചെറിയ നേതാക്കന്മാരൊന്നും അല്ല. ഏറ്റവും വലിയ നേതാവ് രാജീവ് ചന്ദ്രശേഖർ തന്നെ പോയി ബിഷപ്പ്മാരെ കാണുന്നു. അതേ രീതിയിൽ തന്നെയാണോ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പറഞ്ഞതുപോലെ കന്യാസ്ത്രീകളെ ഭയങ്കരമായിട്ട് ആക്രമിച്ചിട്ട് ഒരു നടപടിക്കും തയ്യാറാകാത്ത ഒരു ഗവൺമെൻറ് മണിപ്പൂർ സൈഡിലുണ്ട്, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ മേഖലകളിലുണ്ട്. അവിടെ എല്ലാം അതാണ് നടക്കുന്നത്. ക്രിസ്ത്യാനികളെ ഭയങ്കര പുച്ഛമാണ്. അവിടെ ക്രിസ്ത്യാനികളും ചിലയിടത്തൊക്കെ മുസ്ലിമുകളും ഒക്കെ ഇതുപോലുള്ള ഭീഷണിയെ നേരിടുന്നുണ്ട്. അവർ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് അവരെ വേണ്ട, അവരുടെ വോട്ടൊന്നും വേണ്ട. ഇല്ലാതെ വോട്ട് വാങ്ങാൻ ഞങ്ങൾക്കറിയാം. കൂടാതെ വേറെയും ഉണ്ട് വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങൾ, വോട്ട് കൊള്ളവരെ. അതൊക്കെ ഉള്ളപ്പോൾ അവർക്കിതൊന്നും പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വടക്കേ ഇന്ത്യൻ മേഖലകളിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന വൻ തോതിലുള്ള രീതികളാണ്. അത് അവസാനിപ്പിച്ചില്ല എങ്കിൽ പ്രതികരിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളായിരിക്കും. കാരണം ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർ പോലും അതിനെ മോശമായിട്ട് കാണുകയാണ്. കാരണം എന്താ? ഇവിടുത്തെ കന്യാസ്ത്രീകളെ അറ്റാക്ക് ചെയ്യാവോ? എത്രയോ സേവനം അവരെത്രയോ സ്കൂളുകൾ നടത്തുന്നു, എത്രയോ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. അവർ കേരളത്തിൽ നിന്നൊക്കെ ഉള്ളവർ അങ്ങ് പോയി ജോലി ചെയ്ത് അവർ ജീവിക്കുന്നത് ഭക്ഷണം പോലും ഉപേക്ഷിച്ചുകൊണ്ടും, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് പണം പോലും കിട്ടാതെ ഉള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന മനസ്ഥിതിയുള്ള ഒരു വിഭാഗമാണ് കന്യാസ്ത്രീകൾ. അവരോട് ഇതാണ് കാണിക്കുന്നത് എങ്കിൽ മറ്റ് സാധാരണക്കാരോട് എന്തായിരിക്കും? അതുകൊണ്ട് ആ ഒരു ശൈലിയെ ജനങ്ങൾ മൊത്തമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അതിനെ മോശമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ പ്രതികരണം തിരിച്ച് അവർക്ക് കിട്ടും. അതായത് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് പിടിക്കാതെ ഒരു 10 സീറ്റിലേക്ക് എത്താൻ കഴിയില്ലെന്ന കൃത്യമായ ബോധ്യം BJPക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഈ കേക്കുമായി ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവരുടെ ഭവന സന്ദർശനം നടത്തുന്നു? ദേശീയ നേതാക്കൾ ഉൾപ്പെടെ, താങ്കൾ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ അതിലപ്പുറം ദേശീയ നേതാക്കൾ ഉൾപ്പെടെ വന്ന് ഈ ബിഷപ്പുമാരെ കാണാൻ കാത്തിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമായല്ലേ BJPയുടേത്? അതാണ് BJPക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. പക്ഷേ ജനങ്ങൾ ഇന്ന് ടെലിവിഷനൊക്കെ ഉള്ള സമയമല്ലേ, എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ കാണുന്നതല്ലേ, എല്ലാ വിവരവും ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ വന്ന് ഇത് ചെയ്യുമ്പോൾ അവിടെ നേരെ തിരിച്ചു ചെയ്യുന്നു. അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ പിടിക്കുവാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ ക്രിസ്ത്യാനി വിഭാഗത്തെ പിടിച്ചാൽ കുറേ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത കണ്ടുകൊണ്ട് അവരെ എങ്ങനെയും പിടിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ നീക്കം നടത്തുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുണ്ട്. അവരോട് കാണിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ആ നീതി, അല്ലെങ്കിൽ നീതി എന്ന് ഞാൻ ബ്രാക്കറ്റിലിടുന്നേ ഉള്ളൂ, നീതിയല്ല, അവർ കാണിക്കുന്ന സത്യത്തിൽ അനീതി, അത് ജനങ്ങൾ വ്യക്തമായിട്ടും ബോധ്യപ്പെടുന്നുണ്ട്. ജനങ്ങൾക്ക് അതിന് മറുപടി തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടും. ഇപ്പം രാജ്യത്താകമാനം ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വോട്ട് മോഷണം, വോട്ട് ചോരി എന്ന രാഹുൽ ഗാന്ധി ഉയർത്തിയ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വലിയൊരു വിഭാഗ കൊടുങ്കാറ്റ് തന്നെയാണ്. ഈ നരേന്ദ്രമോദി സർക്കാർ, രണ്ടാം നരേന്ദ്രമോദി സർക്കാർ മുതൽ അധികാരത്തിലേറിയത് ഇത്തരത്തിൽ വ്യാജ വോട്ടിലൂടെയാണ് എന്ന ആരോപണമാണ് കോൺഗ്രസും അതോടൊപ്പം ഇന്ത്യ മുന്നണിയും ഉന്നയിക്കുന്നത്. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന BJPയുടെ ഒരു സമീപനമല്ലേ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്?
യാതൊരു സംശയവുമില്ല, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വോട്ട്. ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അതിനകത്ത് വലിയ കൊള്ള നടന്നു. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ വളരെ വിജയിച്ചു. കാരണം അദ്ദേഹം ഈ വിഷയം നന്നായിട്ട് പഠിച്ച് ഓരോ സ്ഥലത്തും ഉണ്ടായ കാര്യങ്ങൾ എടുത്തു കാട്ടിക്കൊണ്ട് ഉദാഹരണ സഹിതം പറഞ്ഞു. കർണാടകയിൽ അലന്ത് മണ്ഡലം ഒരു മണ്ഡലത്തിൽ 1,00,000 വോട്ടാണ് തെറ്റിച്ച് മഹാദേവപുരം 1,00,000 വോട്ടാണ് തെറ്റിച്ച് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് കാട്ടി. അതിന് മറുപടി പറയാൻ പോലും ഇലക്ഷൻ കമ്മീഷന് പറ്റുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്നുള്ളത് മറക്കുന്നു. അതിന് പകരം അവർ BJPയുടെ ഒരു ചെറിയ പോഷക സംഘടനയായിട്ട് മാറുക, അവർക്ക് വേണ്ടി പണിയെടുക്കുക. അങ്ങനെ ചെയ്യുന്നവർ വോട്ട് കൊള്ള നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ആ നീക്കം ഇന്ത്യയിലാകമാനം വലിയ മാറ്റമുണ്ടാക്കി. എല്ലായിടത്തും പ്രതികരണമുണ്ടായി. ആർക്കും അതിനെ എതിർക്കാൻ പറ്റുന്നില്ല. കാരണം BJPക്കാർക്ക് പോലും ധൈര്യമായിട്ട് എതിർക്കത്തില്ല. കേരളത്തിൽ പറയാൻ പറ്റുമോ? തെറ്റുപറ്റിയാലും സാരമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലാത്ത വോട്ടുണ്ട് എന്ന് വരുത്താനായിട്ട് ആരെങ്കിലും സമ്മതിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ആർക്കും പറയാൻ വയ്യാത്ത വിധത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ, അതും അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഹോംവർക്ക് ചെയ്ത് പഠിച്ച് നടത്തിയ ആ വോട്ട് കൊള്ളയ്ക്കെതിരായിട്ടുള്ള നീക്കം ഇന്ന് ഏറെ പ്രയോജനകരമായിട്ടുണ്ട്. ഇനി മാറ്റം വരുത്തിയില്ലെങ്കിൽ അപകടമാണ് എന്ന തോന്നൽ വന്നിട്ടുണ്ട്. അതിനായിരിക്കാം ഒരിക്കൽ ഇപ്പോൾ SIR എന്നൊക്കെ പറഞ്ഞ് പുതിയ വിവരണം തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അത് വേറൊരു വോട്ട് കൊള്ളയ്ക്കുള്ള ഒരു മാർഗവും ആകാം അല്ലേ? പെട്ടെന്ന് വോട്ട് മാറ്റത്തക്ക വിധത്തിൽ ഉള്ള ഒരു ദൗത്യം ആയിട്ട് പുതുതായിട്ട് ഒരു നീക്കം നടത്തുന്നുണ്ട്. അത് ബീഹാറിലൊക്കെ ചെയ്തതിനകത്ത് ഒരുപാട് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു. അടുത്ത സെപ്റ്റംബർ 30 അത് പൂർണ്ണമാകും എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ളത് പൂർണ്ണമാകുമ്പോൾ അറിയാം അതിനകത്ത് എത്രയോ വോട്ട് കൊള്ളയുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ഒരു മീറ്റിങ്ങിനകത്ത് പല പാർട്ടികളും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പാർട്ടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എല്ലാവരും തന്നെ പറഞ്ഞു, BJP ഒഴിച്ച് അവരെല്ലാം പറഞ്ഞു, ഇവിടെ കേരളത്തിൽ ഇത് നടപ്പാക്കണ്ട, ഈ പറഞ്ഞ ദൗത്യം കേരളത്തിൽ വേണ്ട. കാരണം കേരളത്തിൽ വോട്ട് ചെയ്യാനായിട്ട് അറിയാം ആളുകൾക്ക്. വോട്ട് ഒരെണ്ണം മതി, അതിൽ കൂടുതൽ ആർക്കും വേണ്ട. അത് ശരിയായ രീതി വേണമെന്നേ ഉള്ളൂ, അല്ലാതെ ഈ പുതിയ ദൗത്യവുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. ഏതായാലും അത് വളരെ ശക്തമായിട്ട് വന്നതുകൊണ്ടാവാം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചീഫ് ഉദ്യോഗസ്ഥൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്ത് തന്നെ ഇന്നലെ അയച്ചു. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരെ ഇത് വേണ്ട, അത് കഴിഞ്ഞ് വേണം എന്നായിരിക്കാം. പക്ഷേ ഇതാവശ്യമില്ല. ഇതൊരു കളിപ്പീരാണ് എന്ന ബോധ്യമുണ്ട്. അതിനി കളിപ്പീരാണ് എന്നുള്ളത് വ്യക്തത കൂടുതൽ വരാൻ പോവുകയാണ്. ഈ വോട്ട് കൊള്ളയ്ക്കെതിരായിട്ട് ജനങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും എന്നുകൂടി ഈ നരേന്ദ്രമോദി മനസ്സിലാക്കണം. നരേന്ദ്രമോദിക്ക് ഒരുപക്ഷെ വോട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്, അതാർക്കും ഉണ്ടാകാം. പക്ഷേ എങ്ങനെ വോട്ട് കിട്ടണം എന്നുള്ളത് ജനാധിപത്യ രീതിയിലായിരിക്കണം. ആ ജനാധിപത്യത്തിൽ ഒരിക്കലും വോട്ട് കൊള്ളയല്ല അതിനുള്ള മാർഗം എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹം അതനുസരിച്ച് ഒന്നും മാറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന് വൻപിച്ച തോതിൽ അതിന് മറുപടി കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ BJPയും CPM തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്നാണ് പ്രതിപക്ഷം പറയുന്നത്, UDF പറയുന്നത്. എത്രത്തോളം നമുക്കത് വിശ്വസനീയമായ ഒരു കാര്യമാണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുടുംബത്തിൽ പൈസ ഉണ്ടാകണം എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് താല്പര്യം. പൈസ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഇപ്പോൾ BJP പിടിക്കുകയാണ്. അവരെ പല രീതിയിൽ പൈസ കൊടുക്കും, അതാണ് ഉദ്ദേശം. BJPയുമായിട്ടുള്ള ധാരണയുണ്ട് എന്ന് തോന്നാനുള്ള പല കാരണങ്ങളുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ വോട്ട് കൊള്ളയ്ക്കെതിരായിട്ട് ശക്തമായിട്ട് നീങ്ങാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. BJP അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതുകൊണ്ട് അവരെ പിണക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ പാർട്ടി പോലും എതിര് പറഞ്ഞെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരു വാക്ക് പറയുന്നില്ല. ശക്തമായിട്ട് പ്രതികരിക്കേണ്ട കേരള മുഖ്യമന്ത്രി ഈ വോട്ട് കൊള്ളയ്ക്കെതിരായിട്ട് പറയാത്തതിൻ്റെ കാരണം പോലും ഈ അന്തർധാരയായിരിക്കാം. ഈ അന്തർധാര അവർക്ക് പണമുണ്ടാക്കണം എന്നുള്ള രീതി മാത്രമാണ്. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഊണ് കഴിക്കാനുള്ള പൈസ ഉണ്ടാക്കണം, അതിന് ഉള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കണം എന്ന ഒരു ധാരണ വിട്ടിട്ട് ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണം എന്നുള്ളത് മാത്രമായി. അത് കണ്ടു പഠിക്കുന്ന പലരും ആ പാർട്ടിയിലുണ്ട്. അവരും ആ ആശയത്തിലേക്ക് പോകുമ്പോൾ ഇത് ഒരു സ്വർണ്ണ പാർട്ടിയായിട്ട് മാറും. സ്വർണ്ണമാണ് അവർക്ക് ഏറ്റവും ഇപ്പോൾ താല്പര്യം. സ്വർണ്ണക്കടത്ത് ഒക്കെ അവരുടെ വലിയൊരു ആശയമായി മാറി. അതിന് ചെറിയ ആളുകളൊന്നുമില്ല, മുഖ്യമന്ത്രി തന്നെ എൻ്റെ ആളാണ്. അപ്പോൾ അങ്ങനെ വീണ് കിടക്കുന്ന വീണ എന്ന ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചെങ്കിലും വീണയൊക്കെ ഇപ്പോൾ ഒരുപാട് ഉയരത്തിലാണ്. വീണല്ല കിടക്കുന്നത്, വീണ കിടക്കുന്നത് സ്വർഗത്തിൽ എന്ന മട്ടിൽ ഏതാണ്ട് മുകളിൽ വീണ് കിടക്കുകയാണ്. അതൊക്കെ പക്ഷേ ജനങ്ങൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് മുഴുവൻ
BJPയുടെ സഹായത്തോടു കൂടി ഒരു പരിധി വരെ, ഒരു നല്ല രീതിയിൽ വരെ, ഒരു 70% വരെ BJPയുടെ സഹായത്തിൻ്റെ പുറകിൽ കാണും എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അതിൽ തെറ്റില്ല. ആ ഒരു രീതിയിലാണ് അവർ BJP കാണിക്കുന്ന പലതിനും എതിരായിട്ട് പ്രതികരിക്കാൻ പോലും മടിക്കുന്നത് എന്നുള്ളതിന് സംശയമില്ല.